അല്ല, അഴകുഴമ്പൻ നിലപാടെന്ന് പറയുന്ന വേണുവിൻ്റെ തന്നിഷ്ടപ്രകാരം അങ്ങ് ഉപയോഗിച്ചാൽ മതി, അത് ഇങ്ങോട്ട് വേണ്ട. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവാകട്ടെ, UDF കൺവീനറാകട്ടെ, ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനാവട്ടെ, ഞങ്ങളൊക്കെ തന്നെയും അയ്യപ്പ ഭക്തരാണ്, ശബരിമലയിൽ പോകുന്നവരാണ്. ഒരിക്കലും ഒരു ക്ഷേത്രാങ്കണം കലാപകലുഷിതമായ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരല്ല ഞങ്ങൾ. മനസ്സിലായില്ലേ? എക്കാലത്തെയും ഞങ്ങളുടെ നിലപാട് ഈ വിശ്വാസങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത് എന്ന് തന്നെയാണ്. ഈ മണ്ഡലകാലം കടന്നു പോയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? സങ്കല്പിച്ചിട്ട് അനിഷ്ട സംഭവം, സംഘർഷഭരിതമായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ മണ്ഡലകാലത്ത് എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ശ്രീ അനിൽ ബോസ്? അല്ല, നിങ്ങൾ അങ്ങനെ തോക്കിനകത്ത് കയറി വെടിവെക്കാതെ, നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറുപടി കേൾക്കാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പോയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ താല്പര്യം എന്താ? CPM-ന്റെ അഭിപ്രായം പിന്നെ പ്രകാശ് മാഷ് പറയട്ടെ. ഗവൺമെന്റ് അഭിപ്രായമാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? അത് CPM-ന്റെ ചോദ്യമല്ല. അല്ല, ഞാൻ കഴിഞ്ഞ മണ്ഡലകാലം ഉണ്ടാക്കാനല്ലെന്ന് ഇവിടെ വന്നിരിക്കുന്നത്. മണ്ഡലകാലം ഉണ്ടാക്കാനല്ല. പ്രകാശൻ മാസ്റ്റർ, ഈ പറയുന്ന ലീഗ്, ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്തായാലും അവരുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി അവരുടെ നിലപാട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടിപ്പോൾ പറയുകയാണ് UDF-ന്റെ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മുന്നണിയുടെ നിലപാട് ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി. എത്രമാത്രം കൃത്യതയും വ്യക്തതയും ഇല്ലാത്തൊരു നിലപാടാണ് ഇന്ന് UDF എടുത്തിരിക്കുന്നത് എന്ന് അനിൽ ബോസിന്റെ മറുപടിയിൽ നിന്ന് അങ്ങനെയല്ല എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും അങ്ങേക്ക് മുന്നിലുണ്ടോ ഒരു വാദമെന്ന നിലയിൽ? ഞാൻ അനിൽ ബോസിന്റെ മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനിൽ ബോസിന്റെ ശബ്ദം ഇങ്ങനെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഒരു മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു മോശം വാക്ക് അനിൽ ബോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തിരുത്തിയിട്ട് ഈ ചർച്ചയിലിരിക്കാം. മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അനിൽ ബോസിന് ശബ്ദം തരൂ. മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് തിരുത്തുക. ശബരിമലയുമായി ബന്ധപ്പെട്ട്, മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടാണ് ആ മോശം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തിരുത്തും. അതിനൊന്നും എനിക്ക് മടിയുള്ള ആളല്ല. അല്ല, ശരിയോ ശരികേടോ ആ വാക്ക് ഉപയോഗിക്കുന്നയാള് ശരിയും ശരികേടും പറയണ്ട. ആ വാക്ക് ഉപയോഗിക്കുന്നയാൾ ശരിയും ശരികേടും പറയണ്ട. മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എന്ത് വാക്കാ ഉപയോഗിച്ചത്? ഇതാണ് ശരി. പ്രകാശൻ മാസ്റ്റർ, അങ്ങ് പറയൂ. ഇങ്ങനെ ഈ വിവരദോഷിത്വം പറയുന്ന ഒരാളുമായിട്ട് എങ്ങനെയാണ് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുക?